പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പ്രതിഷേധവുമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PM അനീഷ് രംഗത്ത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ചേലക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ PM അനീഷ് ആരോപിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലായി സാനിറ്ററി നാപ്കിൻ യൂണിറ്റ്, പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ്, ചക്ക സംസ്കരണ യൂണിറ്റ്, കയർ കോംപ്ലക്സ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കി. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു പദ്ധതി പോലും തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന പരാതിയുമായാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PM അനീഷ് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം അധികാരത്തിൽ വന്ന് 3 വർഷം പിന്നിടുകയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചിരുന്നത്. രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടി. 2020 തുടങ്ങിയ ഈ ഭരണസമിതിയുടെ കാലഘട്ടം മുതൽ നമ്മൾ ഈ സമൂഹത്തിന് മുന്നിലും ഭരണസമിതിക്കകത്തും പത്രക്കാരോടും എല്ലാം പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, സാനിറ്ററി നാപ്കിൻ യൂണിറ്റ്, പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ്, ചക്ക സംസ്കരണ യൂണിറ്റ്, കയർ കോംപ്ലക്സ് തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയുമായി സംബന്ധിച്ച് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറുപടികൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക്, ഫലപ്രാപ്തിയിലേക്ക് എത്താത്തതിന്റെ ഭാഗമായി നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നമുക്ക് നേരിട്ട് ഇടപെടാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാന്റെ മുന്നിൽ നമ്മൾ പരാതിയുമായി പോവുകയുണ്ടായി. അതിന്റെ ഭാഗമായി 20/11/2023 ഈ പദ്ധതികളെ സംബന്ധിച്ച് എൻ്റെ ആശങ്കകളും അഭിപ്രായങ്ങളും ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാന്റെ മുന്നിൽ പറഞ്ഞു. ഭരണസമിതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ഉണ്ടായിരുന്നു. വാദം കേട്ടതിനു ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്നും അത് ഇപ്പോൾ നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളാണെന്നും ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലെ പല പ്രവൃത്തികളും പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ പദ്ധതികളുടെ പ്രവർത്തന ഘട്ടങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടും ഉപയോഗിച്ചിട്ടുള്ള ഉപകരണം നിലവാരമില്ലാത്തതിനാലുമാണ് ഈ പദ്ധതികൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്തത് എന്നും ചേലക്കരയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ PM അനീഷ് അറിയിച്ചു. 6 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ലെന്നും അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയിൽ ക്രമക്കേടും ദുർഭരണവും ഉണ്ടെന്നും ഓംബുഡ്സ്മാൻ റിപ്പോർട്ടിൽ പറയുന്നു. ദുർഭരണവും ക്രമക്കേടും നടത്തിയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും PM അനീഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. VCB ന്യൂസ്, ചേലക്കര.